ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വയ്ക്കുന്നത് കുഞ്ഞ് നാടൻ മത്തി പീര അല്ലെങ്കിൽ തോരൻ ആണ്. അതിനാദ്യം കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നു. പിന്നെ കുറച്ച് തിരുമി തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മാങ്ങ, നല്ല പച്ചമാങ്ങ, പുളി ഉണ്ടെങ്കിൽ പുളി, വടക്കം പുളി അത് ആവശ്യത്തിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പിന്നെ ഇഞ്ചി ചതച്ചത്, പിന്നീട് വെളുത്തുള്ളി ചതച്ചത്, നല്ല പഴയകാല ആൾക്കാർ ചെയ്യുന്ന നാടൻ രീതിയാണ്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് നല്ല രുചികരമായ ഒരു പീരത്തോരൻ കിട്ടും. വെളുത്തുള്ളി ചതയ്ക്കാനായി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുളി പ്രത്യേകം ശ്രദ്ധിക്കണം. വടക്കം പുളിയും മാങ്ങയും ഉണ്ട്. പിന്നെ പച്ചമുളക് കുറച്ച് മുറിച്ചിട്ട് ചതച്ചെടുക്കുകയും ചെയ്യാവൂ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കുകയും ചെയ്യാവൂ. അരഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് പ്രത്യേകം ചതയ്ക്കുന്നത്. മൂന്നും കൂടെ ഒരുമിച്ചിട്ട് ചതച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ചതഞ്ഞ് കിട്ടില്ല. ഓരോന്നിൻ്റെ അളവറിയാൻ പറ്റും. എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അത് മിക്സർ ജാറിലേക്ക് തേങ്ങ ഇട്ടു. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റം ഇടുന്നതിന് മുന്നേയാലും പിന്നേയാലും കുഴപ്പമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, അതാദ്യം അതും ചതക്കുകയേ ചെയ്യാവൂ. നമ്മുടെ അവിയലിൻ്റെ പരുവം പോലും ആവണ്ട. 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. കറക്കിയെടുത്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കറക്കിയെടുത്ത് നോക്കാം. പിരിപിരായിരിക്കണം. അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതും അതുപോലെ 1-2 പ്രാവശ്യം കറക്കിയെടുക്കുകയും ചെയ്യാവും. ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി മാത്രം. അരഞ്ഞു പോകരുതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അരഞ്ഞു പോയിട്ട് കറി ശരിയായില്ലെങ്കിൽ എന്നെ കുറ്റം പറയാൻ പാടില്ല. നേരത്തെ നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ചിരുന്ന മീൻ കഷ്ണം 3 പീസായിട്ട് 2 പീസായിട്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ച് കുഞ്ഞു മത്തി ആയിരിക്കണം. മുള്ള് കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് ചവച്ച് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ കഷ്ണമായിട്ട് കിട്ടില്ല കറിയായി കഴിയുമ്പോൾ. അതിലേക്ക് നമ്മൾ മീനും മാങ്ങയും ആദ്യം ഇട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച്, വേവാനുള്ള വെള്ളം മാത്രം. ഇത് വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിയാൽ മീൻ സാമ്പാറായി പോവും. വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കടുക് പൊട്ടാനിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് അരച്ച അരപ്പും താളിച്ച് വെച്ച കടുക്, ഉലുവ, കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നിളക്കി അടച്ച് വെച്ച് വേവിക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന വടക്കം പുളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിച്ച് ഇട്ട് കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും വരും. പുളിയുടെ തന്നെ വെള്ളം കണ്ടല്ലോ, കുറച്ച് മാത്രം വെള്ളം. ഉപ്പ് ആവശ്യത്തിന്. അരപ്പ് നോക്കുമ്പോൾ പാഞ്ഞു ചേർക്കറിയാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് തിരുമ്മി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ആവി വരുമ്പോൾ ഒരു പ്രത്യേക മണം വരും. ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് ഒന്നിളക്കി അരപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിലേക്ക് ഇളക്കി മാറ്റി അതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻ തോരനായി. വാങ്ങാറായി വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ജാസ്തി ചേർക്കാം. അതിലേക്ക് കുറച്ച് ലാസ്റ്റ് എടുത്ത് മാറ്റാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും അതിലേക്ക് മേലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര അല്ലെങ്കിൽ തോരൻ നാടൻ സ്റ്റൈൽ റെഡി ആയി കഴിഞ്ഞു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.